ടു ഓൾ മെസ്സി ഫാൻസ് ഔട്ട് ദെയർ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നാളെ മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. സോ അതിന് മുമ്പായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് പറയുന്നത് കേൾക്കുന്നത്, അതായത് എസ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാ ബാഴ്സലോണയിൽ തന്നെ നിന്ന്, ആരെങ്കിലും പറഞ്ഞു ബാഴ്സലോണയിൽ തന്നെ നിൽക്കാൻ? അത് നിങ്ങൾക്ക് മെസ്സിയും ബാഴ്സലോണയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. മെസ്സിക്ക് എത്രമാത്രം ആ ഒരു ക്ലബ്ബ് വലുതായിരുന്നു എന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മെസ്സി ബാഴ്സലോണ വിടുന്ന സമയത്ത് പൊട്ടിക്കരയായിരുന്നു, ചങ്ക് പൊട്ടിക്കരയണ കരച്ചിലായിരുന്നു എന്നുള്ളത് ഏത് മനുഷ്യനും കണ്ടാലും അറിയാം. കാരണം അവനത് ഒട്ടും അവൻ്റെ ലൈഫിൽ പ്രതീക്ഷിച്ചിരുന്നതോ അവൻ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു സംഭവമായിരുന്നു എന്നുള്ളതാണ്. ഇനി കുറച്ചു കാലം മുമ്പത്തെ ഒരു കഥ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മെസ്സിക്ക് എന്നേ ക്ലബ്ബ് വിടായിരുന്നു. അതായത് 2008-2010 സമയത്ത് ഇന്റർ മിലാൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 150 മില്യൺ ബൈ ഔട്ട് പ്രൈസ് ആയിരുന്നു മെസ്സിക്ക് ഉണ്ടായിരുന്നത്. അത് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ എന്നിട്ട് മെസ്സി പറഞ്ഞത്, ഐ വിൽ ഓൺലി ലീവ് ബാഴ്സലോണ വെൻ ദേ ഡോണ്ട് വാണ്ട് മീ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി ആണെന്നുണ്ടെങ്കിലും എന്തോരം തവണ മെസ്സിക്ക് വേണ്ടി നോക്കിയിട്ടുള്ളതാണ്. അവന് അത്രമാത്രം ബാഴ്സലോണ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ലവ്, ലോയൽറ്റി, വൺ ലവ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് മെസ്സിക്ക് ബാഴ്സലോണ വിട്ടുകൂടായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നത്. പിന്നെ ബാഴ്സലോണ വിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എന്താ മെസ്സിക്ക് പൊക്കൂടായിരുന്നോ? അൽ ഹിലാലിലേക്ക് പൊക്കൂടെ? കാരണം 2023 ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കോൺട്രാക്റ്റ് അല്ലേ അൽ ഹിലാൽ. സൗദിയിലെ രാജാക്കന്മാർ തന്നെ വെച്ചത് ഏകദേശം 400-450 മില്യൺ പെർ സീസണാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ട് പോയോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മെസ്സിയോട് ദേഷ്യം തോന്നാം, പക്ഷേ അവൻ്റെ കളിയോട് ഒരിക്കലും ദേഷ്യം തോന്നരുത്. കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും പുള്ളിയുടെ ഫുട്ബോൾ ശരിക്കും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി ഓൾവേസ് ഡു സം മാജിക്. അത് കാണാൻ തന്നെ ഒരു രസമാണ്. അതിപ്പോൾ ഈ ഇത്രയും വയസ്സായിട്ടും പുള്ളി അത് ചെയ്യുന്നു, അതേപോലെ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ മൈ ക്വസ്റ്റ്യൻ ടുവേർഡ്സ് യു മെസ്സി ഫാൻസ് ഔട്ട് ദെയർ, എന്താണ് മെസ്സിയെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം? താഴെ പറ.